കർഷകന്റെ വിയർപ്പിൽ വളരുന്ന ഓരോ നെൽമണിയെയും സംരക്ഷിക്കണം. അതിനാദ്യം അറിയണം നെല്ലിന്റെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ. നമ്മൾ കാണുന്നത് പച്ചയായി നിൽക്കുന്ന നെൽച്ചെടിയാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ശത്രു ഒളിച്ചിരിക്കാം. അതാണ് നെല്ലിലെ പ്രധാന കീടമായ തണ്ടുതുരപ്പൻ. ഇതിന്റെ പുഴുവാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ പുഴു നെൽത്തണ്ടിനുള്ളിലേക്ക് കടന്ന് അകത്തെ ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. ഇതിന്റെ ജീവിതചക്രം ഏകദേശം 35 മുതൽ 50 ദിവസം വരെയാണ്. നെല്ലിന്റെ ഏത് ഘട്ടത്തിലാണ് ആക്രമണം? തൈ വളർച്ച മുതൽ ഇതിന്റെ കതിര് വരുന്നത് വരെയാണ്. ആദ്യഘട്ടത്തിൽ നടുവിലെ ഇല ഉണങ്ങുന്നു. ഇതിനെ ഡെഡ് ഹാർട്ട് എന്ന് പറയുന്നു. കതിര് വരുന്ന സമയത്ത് കതിര് വെളുത്തുപോകുന്നു. മണി നിറയാതെ വിളവ് വലിയ തോതിൽ കുറയുന്നു. എന്നാൽ ഇവയെ നിയന്ത്രിക്കാൻ രാസകീടനാശിനിക്ക് പകരം ജൈവമാർഗങ്ങൾ ഉപയോഗിക്കാം. ബയോ കൺട്രോൾ ഏജന്റ്സ് ആയ ബ്യൂവേറിയ ബാസിയാന, മെറ്റാറൈസിയം, ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ഉപയോഗിക്കാം. ഇവ ഉപയോഗിക്കുന്ന വിധം: 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ തളിക്കുക. 10 ദിവസം ഇടവിട്ട് ആവർത്തിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നെല്ലിന്റെ മറ്റൊരു ശത്രുവായ ഗാളീച്ച അഥവാ റൈസ് ഗാൽമിഡ്ജിനെ എങ്ങനെ തുരത്താമെന്ന്. ഒന്ന് മനസ്സുവെച്ചാൽ രാസകീടനാശിനികളില്ലാതെ തന്നെ കീടങ്ങളെ അകറ്റി നിർത്താം. നമ്മുടെയും നമ്മുടെ തലമുറയുടെയും ആരോഗ്യം കാക്കാം. അക്സോ അഗ്രോ സോൾജിയർ, കർഷകന്റെ കാവലാൾ.